ഇനി ഞങ്ങൾ ജാപ്പനീസ് എക്സ്പെക്ട് ചെയ്യാൻ പോകും. അപ്പൊ ഞങ്ങളൊരു സെൽഫ് കെയർ ഡേ കണ്ടാലോ. നമ്മൾ ഗുരുവായൂർ പുതിയൊരു സലൂൺ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത്രയ്ക്ക് ആംബിയൻസ് എക്സ്പെക്ട് ചെയ്തില്ല. സംഭവം അടിപൊളിയായിട്ട്. മെയിൻ ആയിട്ട് ജാപ്പനീസ് എക്സ്പെക്ട് ചെയ്യാനാണ് ഞാൻ വന്നത്. ആദ്യം തന്നെ അവരെ സ്കാൽപ്പ് ഒക്കെ ചെക്ക് ചെയ്യും, മ്യൂസിക് തെറാപ്പി ഒക്കെ കഴിഞ്ഞു, കുറെ സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ആയിട്ട് നല്ല മസാജ് ഒക്കെ തന്ന് വെറൈറ്റി ടൂൾസ് ഒക്കെ യൂസ് ചെയ്ത് റിലാക്സ്ഡ് ആയിട്ടാണ് ഇത് ചെയ്തിരുന്നത്. ജാപ്പനീസ് പൗഡർ ഉണ്ടെന്ന് കേട്ടപ്പോ തന്നെ എന്തായാലും ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. എന്റെ ഹെയറിന് മോസ്റ്റ് നീഡഡ് സ്പാ ആയിരുന്നത്. ആൻഡ് എന്റെ ഹെയർ നല്ല സ്മൂത്ത് ആയി ഡ്രൈ സ്കാൽപ്പ് ഒക്കെ മാറി കിട്ടി. പിന്നെ ഞാൻ വിചാരിച്ചു കളർ ചെയ്താലോ. കുറെ ആയി വിചാരിക്കും ഞാൻ എന്റെ ഹെയർ ഒന്ന് ഷോർട്ട് ആക്കിയാലോ. അങ്ങനെ ഫൈനലി അത് സെറ്റ് ചെയ്തു. ഒരു വൈൻ കളറാണ് ഞാൻ ചൂസ് ചെയ്തത്. ആൻഡ് അത് സ്റ്റാർട്ട് ചെയ്തു. അതിനിടയിൽ നൈസ് ആയിട്ട് ചിലർ പെഡിക്യൂറും ചെയ്യാൻ പോയി. അപ്പോഴും ഞാൻ വെയിറ്റിംഗിലായിരുന്നു. ഇവരൊരു കോഫി ഒക്കെ തന്നെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും. അങ്ങനെ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കളർ ഞാൻ വിചാരിച്ചൊരു അടിപൊളിയായിട്ടാണ്. ആൻഡ് ഇവിടുത്തെ സർവീസും അടിപൊളിയായിരുന്നു. പിന്നെ അവരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടായിരുന്നു മൊറോക്കൻ ബാത്ത്. ടീം ബാത്ത് ഒക്കെ കഴിഞ്ഞ് ഫുൾ ബോഡി മസാജ് ചെയ്ത് ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്. ഇറ്റ് വാസ് സോ റിലാക്സ്. ഇത് മാത്രമല്ല ഇവിടെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഓഫേഴ്സും നടക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നല്ല സൂപ്പർ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഒരു നല്ല ചായയും കുടിച്ചിട്ട് വീട്ടിൽ പോയി. അപ്പൊ ശരി, അത്രക്കുള്ളൂ.